നമ്മുടെ പരിപാടി തുടരുകയാണ്. രാവിലത്തെ പരിപാടിയുടെ തുടർച്ച നമ്മളൊരു ആക്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആക്ടിൻ്റെ ഡ്രാഫ്റ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് KR ഗംഗാരൻ സാർ അവതരിപ്പിക്കും. സാറിനെ വളരെ സ്നേഹപൂർവ്വം അവതരണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. നമസ്കാരം. കുറച്ച് പേർക്ക് കൊടുത്തല്ലേ? കുറച്ച് പേർക്ക് കൊടുത്തായിരുന്നു. ബില്ലിൻ്റെ ഒരു കരട് ഭാഗമാണ് ഇത്. സർക്കുലേറ്റ് ചെയ്തിട്ടില്ല, കാരണം വെച്ചാൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ എത്തിക്കാം. കാരണം ബില്ല് ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷിലാണ്. ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ചെയ്തിട്ട് ഞങ്ങളത് സർക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ചെയ്ത ഉടനെ തന്നെ സർക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് ആന്ധ്രാപ്രദേശിൻ്റെയും തെലങ്കാനയുടെയും ബില്ല് കണ്ടതിന് ശേഷം, ആന്ധ്രയിലെ പഴയ ബില്ലാണ് ഞാൻ കണ്ടതെന്ന് ഇപ്പോൾ സാറ് പറഞ്ഞു. അതിൻ്റെ പുതിയ വേർഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ കണ്ടില്ലായിരുന്നു. പഴയ വേർഷൻ്റെ ബില്ലും തെലങ്കാനയുടെ പുതിയ ബില്ലും കണ്ടതിന് ശേഷം അതിൽ നിന്ന് മോഡിഫൈ ചെയ്ത് കേരളത്തിൻ്റെ ഭാഗമായിട്ട് എടുത്ത ഒരു ഡ്രാഫ്റ്റാണ്. നക്ഷലാണ്. വിശദീകരിച്ച് ഒരുപാട് പോകുന്നില്ലാത്തൊരു ബില്ലാണ്. അതിൽ ഡിസ്കഷൻ നടത്തിയതിന് ശേഷം നമ്മൾ എക്സ്പേർട്സിനെയൊക്കെ കണ്ടു. അതിൽ അമെൻമെൻറ്റും ഡിലീഷനും ഒക്കെ വരുത്തി ചേർക്കാവുന്നതാണ്. അതാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ബില്ലെഴുതി ഇപ്പോൾ സാറിന് ഒറിജിനൽ കോപ്പി കൊടുത്തിരുന്നു, ലേസാണ് കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കേരള ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഡെവലപ്മെൻറ്റ്സ് ആക്ട് എന്നായിരുന്നു 2026 എന്നായിരുന്നു എഴുതിയിരിക്കുന്നത്. അതിൽ നമ്മൾ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ്സ് ആക്ട് എന്നുള്ള വേർഡ് സാറിൻ്റെ ഉദ്ദേശത്തിൽ ചേർക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഈ ബില്ലിന് ഒരു 8 ചാപ്റ്ററാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ളത് അതിൻ്റെ ഡെഫിനിഷൻ കോഡും ടൈറ്റിൽസുകൾക്ക് ഉൾപ്പെട്ടതാണ്. ഫസ്റ്റ് എന്നുള്ളത് ഡെഫിനിഷൻ പോർഷനാണ്. അതായത് ആരാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾ, അതൊക്കെ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ സബ്പ്ലാനും SC സബ്പ്ലാനും ST സബ്പ്ലാനും എന്താണെന്നുള്ള ഡെഫിനിഷൻ. പിന്നെ ഉണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ഡെഫിനിഷൻ പോർഷനാണ് ഫസ്റ്റിലുള്ളത്. അത് ഒറിജിനൽ അങ്ങോട്ട് തരും. സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ബില്ലിൻ്റെ ഇത് തുടങ്ങുന്നത്. അതായത് പ്ലാനിങ് ആൻഡ് ഫിനാൻഷ്യൽ അലോക്കേഷൻസ്. അവിടെയാണ് നമ്മൾ ബില്ല് സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങുന്നത്. ഞാൻ മലയാളവൽക്കരിച്ച് പറയുമല്ലോ, ഇംഗ്ലീഷിൻ്റെ ഭാഗം വായിക്കുന്നതിലെങ്കിലും മലയാളവൽക്കരിച്ച് പറയുമല്ലോ നല്ലത്. കുറച്ച് ഇംഗ്ലീഷ് വായിച്ചിട്ട് മലയാളവൽക്കരിച്ച് പറയാം. പ്ലാനിങ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എല്ലാ പ്രോജക്റ്റുകളുടെയും ബാക്ക് ബോൺ എന്നുള്ള പ്ലാനിങ് ആണ്. പ്ലാനിങ് നമ്മൾ എപ്പോഴാണ് തുടങ്ങുന്നത്? സാധാരണ നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ LDC തൊട്ടിങ്ങനെ തുടങ്ങുന്നല്ലേ. LDC എഴുതി ഒരു സാധനം UDC കൊടുക്കും, UDC അങ്ങനെ പോയി സെക്രട്ടറി ലെവലിലേക്ക് അങ്ങനെ എത്തി അങ്ങനെ പോകുന്നു. ഈ പ്ലാനിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ പ്ലാനിൻ്റെ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റും ഡെമോഗ്രാഫിക് ഡിമാൻഡും എന്താണെന്നുള്ളത്, അതാണ് നമ്മൾ ഒരു പ്രദേശത്തിൻ്റെ പ്രാദേശിക വികസനത്തിൻ്റെ എന്താണ് ആവശ്യകത, ആ ആവശ്യകതകൾക്ക് വേണ്ടിയുള്ള അടിസ്ഥാനം എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. അതിൽ ആരെയൊക്കെ പ്ലാനിങ്ങിൻ്റെ പാർട്ടാക്കണം എന്നുള്ളതാണ്. നമ്മൾ ആരൊക്കെയാണ് ബെനിഫിഷ്യറീസ്, ആ ബെനിഫിഷ്യറീസിലെ എക്സ്പേർട്ട് ആകുന്ന ആൾക്കാർ, ബെനിഫിഷ്യറീസ് ആകുന്ന ആൾക്കാർ, അവരെ എല്ലാം പ്ലാനിങ്ങിൻ്റെ പാർട്ടാക്കിക്കൊണ്ട് അവിടെ നിന്ന് വേണം ഒറിജിനൽ പ്ലാൻ ഒറിജിനേറ്റ് ചെയ്യാനുള്ളത്. അതാണ് നമ്മൾ പ്ലാനിങ്ങിൻ്റെ ഫിനാൻഷ്യൽ അലോക്കേഷൻസ് ആണ്. The development funds meant for scheduled caste and scheduled tribes are mandatorily earmarked and protected, planned in advance and utilized exclusively for the socio-economic developments of the scheduled caste and scheduled tribes എന്നാണ് നമ്മൾ പ്ലാനിൻ്റെ ഒരു ഇത് എടുത്തിരിക്കുന്നത് വന്നത്. അതായത് അതിലെ തന്നെ സെക്ഷൻ 3 ആയിട്ട് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഇയർ മാർക്കിംഗ് ഫോർ എ ഫണ്ട് എന്നുള്ളതാണ്. ഫണ്ട് ഒരു എന്താണ് ഫണ്ടെന്ന്, അറ്റ്ലീസ്റ്റ് മിനിമം പ്രൊപ്പോർഷൻ ഓഫ് ദ ടോട്ടൽ പ്ലാൻ എമൗണ്ടിൻ്റെ ഈക്വലൻ ടു ദി SC/ST എന്നുള്ള അറ്റ്ലീസ്റ്റ് മിനിമം എന്നുള്ളതാണ് കേട്ടോ. SC/ST ജനസംഖ്യയുടെ അല്ലെങ്കിൽ അവരുടെ പോപ്പുലേഷൻ്റെ അതിൻ്റെ മിനിമം ഫണ്ട് വേണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് മിനിമത്തിന് മുകളിലേക്ക് എത്രയും കൊടുക്കാം അല്ലേ. അതായത് ഒരു പ്രാദേശികത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി മിനിമം 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SC/ST
സമുദായങ്ങൾ വികസനത്തിന് പാതയിൽ കമ്പയർ ചെയ്യുന്നത് ആവറേജ് ഡെവലപ്മെൻറ്റ്സും സ്റ്റേറ്റിലും ആവറേജ് ഡെവലപ്മെൻറ്റ്സ് ഓഫ് ദ ജനറൽ കമ്മ്യൂണിറ്റിയും കൂടിയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഇപ്പം ജനറൽ കമ്മ്യൂണിറ്റിയുടെ ഇവിടെ പ്രസംഗിച്ചവരെല്ലാവരും പറഞ്ഞ് നമ്മുടെ കമ്പാരിസൺ എന്ന് പറയുന്നത്, ഡെവലപ്മെൻറ്റ്സിൻ്റെ കമ്പാരിസൺ എന്ന് പറയുന്നത് മറ്റ് സമൂഹം അനുസരിച്ച് നമ്മളെടുക്കുമ്പോൾ വളരെ വ്യത്യാസമുണ്ടെന്നുള്ളത് നമ്മളൊരു ഡേറ്റ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു സുപ്രീം കോടതിയിൽ ഒരു കേസിനെ ഇംപ്ലീഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഡേറ്റ തന്നെ എടുത്തിട്ടുണ്ട്. സർക്കാരിൻ്റെ ഡേറ്റയാണ് കേട്ടോ. നമ്മുടെ മൊത്തം അവൈലബിലിറ്റി അപ്പോൾ ഷെഡ്യൂൾഡ് ട്രൈബിനും ഷെഡ്യൂൾഡ് കാസ്റ്റിനും കൂടി മൊത്തം ഭൂമിയുടെ അവൈലബിലിറ്റി എന്നുള്ളത് 0.01% ഇന്ത്യയിലെ അവൈലബിലിറ്റി എന്നുള്ളത്, അവരുടെ കയ്യിലുള്ള ലാൻഡിൻ്റെ അവൈലബിലിറ്റി എന്നുള്ളത്. നമ്മൾ നബാർഡിൻ്റെ കണക്കെടുത്ത്, നബാർഡിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നമ്മൾ സുപ്രീം കോടതിയിൽ ഒരു കേസിന് വേണ്ടി ഫയൽ ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിലുള്ളൊരു കാര്യമാണ് കേട്ടത്. അപ്പം അതാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് 10% ആണ് പോപ്പുലേഷൻ എന്നുള്ളത്. ആ പോപ്പുലേഷൻ 10% ആണെങ്കിൽ, അതായത് പട്ടികജാതിക്കാരുടെയും പട്ടികവർഗ്ഗക്കാരുടെയും 2011 സെൻസസ്, ഇവർ 2011 സെൻസസില്ല, അതുകൊണ്ട് 1.5 ലക്ഷം വർഗ്ഗക്കാരെന്നുള്ള 1.5 ലക്ഷം കുടുംബക്കാരും പട്ടികജാതിക്കാരെന്നുള്ള 7.5% കുടുംബക്കാരും ഫാമിലികളുമാണ് കേരളത്തിലുള്ളതെന്നാണ്. അതിപ്പം 2025 കണക്ക് വരുമ്പോൾ അത് ഏകദേശം ഒരു 1.5-2% കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി അവരുടെ ജനസംഖ്യാനുപാതികമായ ബഡ്ജറ്റ് ഔട്ട്ലേ വേണം എന്നുള്ളതാണ് മിനിമം ബഡ്ജറ്റ് ആയിട്ടില്ലേ. അതിൽ കൂടുതൽ എത്രയും വെക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഗ്യാരണ്ടിയിലുള്ള ബില്ലിലുള്ള പറയുന്ന കാര്യം. പിന്നെ മറ്റൊരു നമ്മൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷനിൽ പറയുന്നത് നോൺ ലാപ്സ്ഡ് ആൻഡ് നോൺ ഡൈവേർട്ടഡ് ഇൻ നേച്ചർ. ഒരു ഫണ്ട് പോലും നോൺ ലാപ്സ് ആക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമത്തിൽ. നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന ബഡ്ജറ്റിൻ്റെ ജനസംഖ്യാനുപാതികമായ ഔട്ട്ലേ നമുക്ക് വേണം. ആ ഔട്ട്ലേയിൽ കിട്ടുന്ന ഒരു പൈസ പോലും ലാപ്സാക്കാനോ ഡൈവേർട്ട് ചെയ്യാനോ പാടില്ല എന്നതാണ്. വേറൊരു പ്ലാനിലേക്ക് ഡൈവേർട്ട് ചെയ്യാനോ പാടില്ല. ഇപ്പം നമുക്ക് കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ 44 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഏകദേശം, അല്ലേ സാറേ? 44 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ 44 ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും ഉള്ള പ്ലാനിങ് ഉണ്ട്. നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ്. എല്ലാത്തിലേക്കും എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്, ഇതാനന്ദ മാസ്റ്റർ പറഞ്ഞ പോലെ. പക്ഷെ അതിലേക്ക് അങ്ങനെയല്ല. എക്സ്പെൻഡിച്ചർ മാത്രമല്ല, പ്ലാൻ ഫണ്ടുകളും 44 ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വരുമ്പോൾ നമുക്ക് വരേണ്ടതുണ്ട്. ആ കാരണങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലാണ് ആ കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് കാണുന്ന ഇപ്പം പറഞ്ഞ പോലെ ഭൂമിയുടെ ഇഷ്യൂസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഹൗസിങ്, എങ്ങനെയാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് അല്ലാത്ത ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഔട്ട്ലേ ഫണ്ടുകൾ ചെല്ലാത്ത ഒരുപാട് ഫണ്ടുകളും ഏരിയകളുമുണ്ട്. ഇപ്പോൾ ഓൺട്രപ്രണർഷിപ്പിലാണെങ്കിൽ, അതുപോലെ ഓൺട്രപ്രണർഷിപ്പ് ഏരിയയിലാണെങ്കിൽ നമ്മൾ പറയുന്ന കുറച്ച് കാശുകൾ മാത്രം ചെന്നിട്ട് നമ്മളാരും വ്യവസായികളാകണ്ട എന്നുള്ളൊരു, അല്ലെങ്കിൽ നമ്മളാരും ബിസിനസ് ചെയ്ത് ജീവിക്കണ്ട എന്നുള്ള രീതിയിലുള്ള ഫണ്ട് അലോക്കേഷൻസൊക്കെയാണ് ആ മേഖലയിലേക്കൊക്കെ പോകുന്നത്. അപ്പം ഇന്നത്തെ ഈ ഡെവലപ്ഡ് നേഷൻസിൽ നമ്മൾ രാജ്യം ഡെവലപ്പ് ചെയ്യുന്ന പറയുന്ന തരത്തിൽ പട്ടികജാതിക്കാർ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടി കണ്ടുകൊണ്ടാണ്. അടുത്തത് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇല്ലീഗലൈസേഷൻ ഓഫ് ഡൈവേഴ്സ് ഫണ്ട് എന്നുള്ളത്. ഫണ്ട് ഡൈവേഴ്സ് ചെയ്തിട്ടെങ്കിൽ അത് ഇല്ലീഗലായിട്ട് ഡിക്ലെയർ ചെയ്യും. അങ്ങനെ ഇല്ലീഗലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് അതിന് ആരാണോ ഉത്തരവാദി എന്നുള്ളത് അവർക്കെതിരെ പീനൽ ആക്ഷൻ പ്രൊസീജിയർ ഈ ലീവിൽ പറയുന്നുണ്ട്. പീനൽ പ്രൊസീഡിങ്സ് പറയുന്നുണ്ട്. അത് സിവിലായിട്ടും ക്രിമിനലായിട്ടുള്ള പീനൽ പ്രൊസീഡിങ്സ് പറഞ്ഞുകൊണ്ടാണ് ഈ ബില്ലിനെ വെക്കുന്നത്. പിന്നെ ഓരോ പ്ലാനിങ്ങിലും നമുക്ക് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ബഡ്ജറ്റിന് സെപ്പറേറ്റ് ബഡ്ജറ്റ് ഹെഡ് ഉണ്ട്. അതുപോലെ SC/ST സബ് പ്ലാനിൻ്റെ കീഴിൽ വരുന്ന ഫണ്ടിന് സെപ്പറേറ്റ് ബഡ്ജറ്റ് ഹെഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ചിലവാക്കുന്നതിന് വേണ്ടിയുള്ള സെപ്പറേറ്റ് ബഡ്ജറ്റ് ഹെഡ് ഉണ്ടായിരിക്കണം. അതെന്താണെന്ന് വെച്ചാൽ ക്രിയേഷൻ ഓഫ് എക്സ്ക്ലൂസീവ് ആൻഡ് ഐഡൻറ്റിഫൈഡ് ബഡ്ജറ്റ് ഹെഡ്സ് ഫോർ SCP ആൻഡ് TSP എന്ന് പ്രോഹിബിറ്റ്സ് മർജിങ് ഓഫ് ദിസ് ഫണ്ട് വിത്ത് ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് അലോക്കേഷൻസ്. അതിനു വേണ്ടിയാണ്, ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് അലോക്കേഷനുമായിട്ട് മർജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ബഡ്ജറ്റ് ഹെഡ് വേണമെന്നും ആ ബഡ്ജറ്റ് ഹെഡിൽ സെപ്പറേറ്റ് അലോക്കേഷൻ വേണമെന്നും നമ്മൾ പറയുന്നുണ്ട്. ആ സെപ്പറേറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് ജനസംഖ്യാനുപാതികമായിരിക്കണം, അറ്റ്ലീസ്റ്റ് മിനിമം. അതിൻ്റെ മുകളിലേക്ക് എത്ര വേണേലും പോകാം. അഞ്ചാമത്തെ നമ്മൾ ഇതിൻ്റെ അകത്ത് സെക്ഷനായിട്ട് പറയുന്ന അഡ്വാൻസ് ഡിറ്റർമിനേഷൻ ഓഫ് അലോക്കേഷൻ എന്നാണ്. അതായത് പ്ലാൻ ഫണ്ട് തുടങ്ങുമ്പം, അതായത് SC/ST അലോക്കേഷൻ മസ്റ്റ് ബി ഫൈനലൈസ് അറ്റ്ലീസ്റ്റ് 6 months ബിഫോർ ദ ഫിനാൻഷ്യൽ ഇയർ ബിഗിൻ. അങ്ങനെ ഒരു പ്ലാൻ നമുക്ക് മുന്നോട്ട് പോകണമെന്നാണ്. അത് നമ്മൾ പറയുന്നതാണ്, ബഡ്ജറ്റിൽ പറയുന്നതാണ്. അതായത് അഡ്വാൻസ് പ്ലാൻ ഇല്ലെങ്കിൽ നമുക്കൊരു തുടങ്ങുന്നില്ല. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ ഇപ്പോഴത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയതിന് ശേഷം
അത് കഴിഞ്ഞിട്ട് ഓട്ടോൺ അക്കൗണ്ട്സ് പാസ്സായിട്ട് ഫിനാൻസ് ബില്ലും ചർച്ച ചെയ്തിട്ട് ഏപ്രിൽ മെയ് ലാസ്റ്റിലാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കിട്ടുന്ന ബഡ്ജറ്റ് അലോക്കേഷൻ എത്രയാണെന്ന് നമുക്ക് പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞ് അത് പ്രാവർത്തികമായി ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഉള്ള 6 മാസം കഴിഞ്ഞിരിക്കും. പിന്നീടുള്ള 6 മാസത്തിലേക്കായിരിക്കും നമ്മുടെ പ്ലാൻ ഫണ്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. അത് ഏറ്റവും അവസാനം പോകുന്ന ജനുവരി, ഫെബ്രുവരി, മാർച്ചിലൊക്കെയാണ്. ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിൽ ഇരുന്ന മനുഷ്യനാണ് പറയുന്നത് കേട്ടോ. I was in central government office. That is why I said the economy, the financial movement is അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഈ 6 months ബിഫോർ നമ്മൾ പ്ലാനിങ് തുടങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് ഏപ്രിൽ 1 നമുക്ക് പ്ലാൻ കറക്റ്റായിട്ട് തുടങ്ങാൻ പറ്റത്തുള്ളൂ. ബഡ്ജറ്റ് പുതിയ ഫിനാൻഷ്യൽ ഇയർ നമുക്ക് പ്ലാൻ തുടങ്ങാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ആ ചാപ്റ്ററിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നത്. പിന്നെ അടുത്ത ഇതിൽ തന്നെ പറയുന്നത് നമ്മൾ അടുത്ത ചാപ്റ്ററായിട്ട് പറഞ്ഞ എലിജിബിൾ സ്കീംസ്, ഇൻക്ലൂസീവ് ഓഫ് ദ സ്കീം എന്നുള്ള എല്ലാ സ്കീമുകളും ഇതിൻ്റെ അകത്ത് വരണമെന്നുള്ള, അതായത് ട്രാൻസ്ലേറ്റ്സ് ഫിനാൻഷ്യൽ അലോക്കേഷൻ ഇൻ ടു മീനിങ് ഫുൾ ഡെവലപ്മെൻറ്റ് ഔട്ട്കംസ്. വൈൽ ചാപ്റ്റർ 2 എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി ചെയ്യുന്ന ഫണ്ട് ഏതാണെന്നുള്ളത്. ചാപ്റ്റർ 2 ഗ്യാരണ്ടീസ് മണി. ചാപ്റ്റർ 3 എൻഷുർ ദാറ്റ് ദ മണി ഈസ് സ്പെൻഡ് only on the scheme that actually benefited scheduled caste and scheduled tribes in a measurable and targeted manner. അതായത് ഫണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനത്തിന് ഒരാളുടെ അത് ഡയറക്റ്റ് ബെനിഫിറ്റ് വ്യക്തികൾക്ക് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്തിന് കിട്ടണം. അതിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബെനിഫിറ്റ് ആയിരിക്കണം എന്നുള്ളത്. അല്ലാതെ കാട്ടിൽ നമുക്ക് ഈ വയനാട്ടിൽ നമ്മളിപ്പോൾ അട്ടപ്പാടി ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി ഇപ്പോൾ ചിലവാക്കിയ നമ്മളൊരു 25 വർഷത്തെ ബഡ്ജറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അട്ടപ്പാടിയിലെ എല്ലാവർക്കും ഒരു 5 കോടി രൂപ വെച്ച് FDയിൽ എടുത്തു കഴിഞ്ഞ് കൊടുക്കാനുള്ള ഫണ്ട് അവിടെ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫണ്ട് അലോക്കേഷനോ ബഡ്ജറ്റിലോ ആയിരിക്കരുത്. അതിനെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഫണ്ട് അലോക്കേഷനും ടാർഗറ്റഡും ആയിരിക്കണം, മെഷറബിളും ആയിരിക്കണം. ഡയറക്റ്റ് ബെനിഫിറ്റ് ഇൻഡിവിജ്വലിലേക്ക് എത്തിക്കണം. വ്യക്തികളുടെ വികാസത്തിന് വേണ്ടി ഡയറക്റ്റായിട്ട് ബെനിഫിറ്റ് വ്യക്തിയിലേക്ക് എടുക്കണം, കുടുംബത്തിലേക്ക് എത്തിയിരിക്കണം, ആ പ്രദേശത്തേക്ക് എത്തിയിരിക്കണം. SC/ST ഹാബിറ്റേറ്റ്സ് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് എത്തിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് എലിജിബിൾ സ്കീംസ് എന്താണെന്നുള്ളതാണ്. ദിസ് സെക്ഷൻ സ്ട്രിക്ട്ലി ഡിഫൈൻ ദ നേച്ചർ ആൻഡ് ക്വാളിറ്റി ഓഫ് ദ സ്കീം ദാറ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ് അണ്ടർ SECP ആൻഡ് TSP. ഓൺലി ദോസ് സ്കീം ആർ എലിജിബിൾ വിച്ച് എന്നോ. ഏതൊക്കെ സ്കീമിലാണ് ഫണ്ട് അലോക്കേഷൻ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ഈ ബില്ലിൽ നമ്മുടെ ഡെവലപ്മെൻറ്റ്സ് ഏതാണെന്ന് പറയുന്നത് അത് ഇങ്ങനെ ഡയറക്റ്റ് ആൻഡ് ക്വാണ്ടിഫയബിൾ ബെനിഫിറ്റ് ആയിരിക്കണം എന്നുള്ളത്. നമുക്കൊരു വ്യക്തികളിലേക്ക് ഡയറക്റ്റ് ആയിരിക്കണം, അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബെനിഫിറ്റ് വ്യക്തികൾക്ക് ഏൺ ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. അതായത് സപ്പോസ് അതിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ നമ്മൾ പറഞ്ഞ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഹൗസിങ്, ലാൻഡ് ആൻഡ് livelihood, ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, കണക്ടിവിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെക്യൂരിറ്റീസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ഇതിൻ്റെ അകത്ത് എന്തുമാത്രം ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ ഒരു പ്രദേശത്തിന് ആവശ്യമുണ്ടോ എന്നുള്ളത് അനുസരിച്ച് അതിനെ ഒരു ബ്രോഡ് ലൈനായിട്ട് കൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മൾ സ്പെഷ്യൽ ഫോക്കസ് ഓൺ PVT, പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിന് വേണ്ടി സ്പെഷ്യൽ പ്രോജക്ട്സുകളും വേണം എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. സെക്ഷൻ മാൻഡേറ്റ് ദ പ്രയോറിറ്റി അറ്റൻഷൻ ടു പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന്. അതായത് നമ്മുടെ വയനാട്ടിലും എവിടെയൊക്കെ അല്ലേ സാറേ, വയനാട്ടിലും എവിടെയൊക്കെയുള്ള നമ്മുടെ കേരളത്തിൽ 7 ഗ്രൂപ്പ് 8 ഗ്രൂപ്പ് കണ്ട പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതൊന്നും അല്ല, ആവശ്യത്തിലല്ല. ട്രൈബൽസിൻ്റെ അവസ്ഥ അതൊന്നും അല്ല, പല മേഖലകളിലും ആയിട്ടുണ്ടെങ്കിൽ എന്നുള്ളൊരവസ്ഥ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു പർട്ടിക്കുലറായിട്ട് പോകണം. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് നിയമനം പ്രോഹിബിറ്റഡ് എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കും നമ്മുടെ ബഡ്ജറ്റിൽ. അതായത് ഇന്ന സാധനത്തിന് എക്സ്പെൻഡിച്ചർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അതായത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൊവിഷൻ നമ്മളതിന് പറയുന്നത്, ഈ പ്രൊവിഷൻ വന്നു കഴിയുമ്പോൾ പ്രോഹിബിഷൻ ലിസ്റ്റ് എക്സ്പെൻഡിച്ചർ എക്സ്പ്ലിസിറ്റ്ലി ബാർഡ് ഫ്രം ബീങ് ചാർജ് ടു SCP ആൻഡ് TCP പോലെ. അതായത് സാലറി ഓഫ് ജനറൽ സ്റ്റാഫിനുള്ളതുണ്ട്, അത് ഈ എക്സ്പെൻഡിച്ചറിൽ ഇതിൽ വരാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിരിക്കുന്നു. പിന്നെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് അതെല്ലാം വേറെ ഹെഡിലേക്ക് പോകണം. പ്ലാൻ ഫണ്ടിൻ്റെ ഹെഡിൽ നിന്ന് ഉപയോഗിച്ച് ഇപ്പോൾ എല്ലായിടത്തിലും പ്ലാൻ ഫണ്ടിൻ്റെ ഹെഡിൽ നിന്ന് ഉപയോഗിച്ചാണ് പോകുന്നത്, പലയിടത്തും അങ്ങനെ തന്നെയാണ്. സ്കീം വിത്ത് ഇൻഡയറക്റ്റ് ആൻഡ് ഡിഫ്യൂസ്ഡ് ബെനിഫിറ്റ്സ് ഓർ ലോൺ റീപേയ്മെൻറ്റ് ഓർ ലയബിലിറ്റി സർവീസിങ്, ഇങ്ങനെ കുറേ ഫണ്ടുകൾ നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ട് പ്ലാൻ ഫണ്ടിൽ അലോക്കേഷൻ ചെയ്തിട്ട് പ്ലാൻ ഫണ്ടിൽ നിന്ന് എടുത്ത് ചിലവാക്കുന്നുണ്ട്. ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ബില്ലിൽ ബാൻ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ പ്ലാൻ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ഫണ്ട് മാത്രമായിരിക്കണം. അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചർ അതിനകത്ത് വരാൻ പാടില്ല. അതിന് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള
ആദ്യത്തെ പറയുന്ന റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്ന് തന്നെ പോകേണ്ടതാണെന്നുള്ളതാണ് നമ്മൾ. അടുത്ത് ഇതിൻ്റെ അകത്ത് തന്നെ റോൾ ഓഫ് ലോക്കൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് ഇത് സെക്ഷൻ ബട്ട് ദ കേരള ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഫിലോസഫി ഇൻ ദ ആക്ട് എന്നുള്ളതാണ്. അതായത് വാർഡ് വൈസ് ആൻഡ് ഹാബിറ്റേഷൻ വൈസ് പ്ലാനിങ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ല, വാർഡ് വൈസും ഹാബിറ്റേഷൻ വൈസും പ്ലാനിങ് ഉണ്ടായിരിക്കണം. മാൻഡേറ്ററി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് 50% ഇപ്പോൾ SCP ആൻഡ് TCP ഫണ്ട് ത്രൂ LSDG എന്നുള്ളതാണ്. അതിന് പ്രത്യേകമായിട്ടൊരു മാൻഡേറ്റ് ഉണ്ടായിരിക്കണം, പ്രത്യേകമായിട്ട് പ്ലാൻ ഫണ്ട് ഉണ്ടായിരിക്കണം. അതായത് ലൊക്കേഷൻ സ്പെസിഫിക് ആയിരിക്കണം, നോട്ട് ജനറിക് ആയിരിക്കരുത്. അങ്ങനെയുള്ള ഗ്രാമവികസനത്തിൻ്റെ ഫണ്ടുകളൊക്കെ ലൊക്കേഷൻ പ്രധാനം. പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ദ ബെനിഫിഷ്യറി, മോണിറ്റർ ദി ഇംപ്ലിമെൻറ്റേഷൻ, പ്രിവെൻറ്റ് ദ എക്സ്ക്ലൂഷൻ എന്നുള്ളത്. അടുത്ത ചാപ്റ്ററായിട്ട് ചാപ്റ്റർ 4 ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമാണ്. നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്ന മെക്കാനിസം ചെയ്യുന്നത്. നമ്മൾ അവിടെ നോഡൽ ഏജൻസീസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മുടെ അപ്പുറത്തെ 2 ആക്ടിലും പറഞ്ഞിരിക്കുന്ന നോഡൽ ഏജൻസീസ് ആണ്. അതായത് എന്തിനാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യാൻ, അപ്രൂവ് ചെയ്യാൻ, മോണിറ്റർ ചെയ്യാൻ, കറക്റ്റ് ചെയ്യാൻ ആൻഡ് എൻഫോഴ്സ് ചെയ്യാൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ പ്ലാൻ. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മോണിറ്ററിങ് മെക്കാനിസം, ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം വേണം. ആ മെക്കാനിസത്തിനെ ഞാൻ പറഞ്ഞിരിക്കുന്നത്, അത് ഞാൻ ഇതിൻ്റെ അകത്ത് എഴുതിക്കുന്നത് സ്റ്റേറ്റ് SC/ST ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. അതിൻ്റെ ചെയർപേഴ്സൺ എന്നുള്ളത് ചീഫ് മിനിസ്റ്റർ ആണെന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പിന്നെ SC/ST ഇപ്പോൾ ഇവിടെ കേരളത്തെ സംബന്ധിച്ച് SC/STക്ക് ഒരു മിനിസ്റ്റർ ഉണ്ടായിരിക്കും. പല സ്റ്റേറ്റിലും SC/STക്ക് സെപ്പറേറ്റ് മിനിസ്റ്ററുകളുണ്ടായിരിക്കും, അവരുണ്ടായിരിക്കും. അതിൻ്റെ അങ്ങനെ ഒരു മെക്കാനിസം, അത് കൂടുതലായിട്ട് എന്തൊക്കെ ഉൾക്കൊള്ളണം എന്നുള്ളത് ഞാനിങ്ങനെ ഔട്ട്ലൈനായിട്ട് എഴുതിയിട്ടുള്ളൂ. മെക്കാനിസം ഉണ്ടായിരിക്കണം എന്നുള്ളത്. അത് ഇൻക്ലൂഷൻ ഓഫ് ബെനിഫിഷ്യൽസ് SC/ST ഉണ്ടായിരിക്കണം, ഇൻക്ലൂഷൻ ഓഫ് SC/ST MLAs ഉണ്ടായിരിക്കണമെന്നാണ്. ഇൻക്ലൂഷൻ ഓഫ് എക്സ്പേർട്ട്, എൻഷുർ ദി ടെക്നിക്കൽ ആൻഡ് സോഷ്യൽ ഇൻസൈറ്റ് ഉള്ള എക്സ്പേർട്സ് അവരാരായിരിക്കണം, അവരെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള. കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേറ്റീവ് എൻഷുർ ദ ഗ്രൗണ്ട് റിയാലിറ്റീസ് ആർ റിഫ്ലക്റ്റഡ്. കമ്മ്യൂണിറ്റി, ആ പ്രദേശത്തെ കമ്മ്യൂണിറ്റി ഉള്ള ഒരാൾ അല്ലെങ്കിൽ ആ പ്രദേശത്തെ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേറ്റീവ്സ് എൻഷുർ ദി ഗ്രൗണ്ട് റിയാലിറ്റീസ് ആർ റിഫ്ലക്റ്റഡ്. ആ പ്രദേശത്തിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്ന, അവിടെ എന്തുമാത്രം ഡെവലപ്മെൻറ്റ് വേണമെന്നറിയാവുന്ന, ഏതെല്ലാം ഏരിയയിൽ വേണമെന്നറിയാവുന്ന വ്യക്തികളും ഈ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അടുത്തത് പവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് കൗൺസിലാണ് എഴുതിയിരിക്കുന്നത്. അപ്രൂവൽ ഓഫ് ആനുവൽ പ്ലാനും, മോണിറ്ററിങ്, ഫണ്ടിങ് യൂട്ടിലൈസേഷൻ, ഓർഡറിങ് റീഅലോക്കേഷൻ ഓഫ് ഫണ്ട്സ്, ഇഷ്യൂയിങ് ബൈൻഡിങ് ഡയറക്ഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇങ്ങനെ എല്ലാവിധമുള്ള കൺട്രോളിങ്ങിലും സ്റ്റേറ്റ് അതോറിറ്റിക്ക് ഉണ്ടായിരിക്കും. ആ സ്റ്റേറ്റിലെ മൊത്തം പ്ലാൻ ഫണ്ടിനെ കൺട്രോൾ ചെയ്യാനുള്ള അതോറിറ്റി അതിൻ്റെ അകത്തുണ്ടായിരിക്കണം. ഇതേ പറഞ്ഞ പോലെ ഈ പ്രദേശത്തോടെ നമ്മൾ ഇതിലേക്ക് ഫണ്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി, ഈ പ്ലാൻ എത്തിപ്പെടാൻ വേണ്ടി നമുക്ക് നോഡൽ ഏജൻസിയോ, ഒരു പ്രദേശത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എത്തിപ്പെടാൻ വേണ്ടി നമുക്കൊരു നോഡൽ ഏജൻസിയോ എക്സ്പേർട്സിനെയൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് ഈ പ്ലാനിലേക്ക് വരുമ്പം അതിൻ്റെ അകത്ത് വേണ്ട വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്യാം. പിന്നെ ഡയറക്റ്റ് മോണിറ്ററിങ് കമ്മിറ്റി ഉണ്ടായിരിക്കും, ഡിസ്ട്രിക്ട് മോണിറ്ററിങ് കമ്മിറ്റി ഉണ്ടായിരിക്കും, സ്റ്റേറ്റ് മോണിറ്ററിങ് കമ്പനി, ഡിസ്ട്രിക്ട് മോണിറ്ററിങ് കമ്പനി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സബ് ഡിസ്ട്രിക്ട് വൈസ് വേണമെങ്കിൽ ആ ഡിസ്ട്രിക്ട് വൈസിലുള്ള മോണിറ്ററിങ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. ഫണ്ട് ഇതെല്ലാം മോണിറ്റർ ചെയ്യാൻ വേണ്ടിയുണ്ട്. അടുത്തത് ഞാൻ എഴുതിയിരിക്കുന്നത് ചാപ്റ്റർ 5 ആണ്. ട്രാൻസ്പെറൻസി, മോണിറ്ററിങ് ആൻഡ് സോഷ്യൽ ഓഡിറ്റ് എന്നുള്ള ഒരു ചാപ്റ്ററാണ്. അതായത് ദിസ് ചാപ്റ്റർ ഇസ് എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പെറൻസി ആൻഡ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി ആണ് ആസ് എൻഫോഴ്സിബിൾ ലീഗൽ ഒബ്ലിഗേഷൻ റാദർ ദാൻ ഓപ്ഷണൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രാക്ടീസ് എന്ന്. ലീഗൽ ഒബ്ലിഗേഷൻ ഇംപ്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ള പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. അതിന് വേണ്ടി ഫിനാൻഷ്യൽ അലോക്കേഷൻ അലോൺ ഡസ് നോട്ട് ഗ്യാരണ്ടി ജസ്റ്റിസ് അൺലെസ് ഇൻഫർമേഷൻ ഇസ് പബ്ലിക്ലി അക്സസിബിൾ എന്നുള്ളത്. എന്താണ് ഡെവലപ്മെൻറ്റ്സ് എന്നുള്ള ഇൻഫർമേഷൻ പബ്ലിക്ലി അക്സസിബിൾ ആയിരിക്കണം. ബെനിഫിഷ്യറീസ് ക്യാൻ വെരിഫൈ ദ എൻറ്റൈറ്റിൽമെൻറ്റ്, അവരുടെ ഇത് വെരിഫൈ ചെയ്യണം. ഇൻഡിപെൻഡൻറ്റ് സോഷ്യൽ ഓവർസൈറ്റ് എക്സിറ്റ്സ് എന്ന്. ഒരു സോഷ്യൽ ഓഡിറ്റിൻ്റെ പ്രത്യേകത അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അടുത്തത് ഒരു മാൻഡേറ്ററി ഡിസ്ക്ലോഷർ സെക്ഷനാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. This section mandates that every department and implementing agency shall place in the public domain. പബ്ലിക് ഡൊമൈനിൽ അവിടുത്തെ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അതായത് സ്കീം വൈസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അലോക്കേഷൻസ് അവർ പബ്ലിഷ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഡിസ്ട്രിക്ട് LSG ആൻഡ് വാർഡ് വൈസ് ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ,
അത് എത്രയാണെന്നുള്ളത് അവർ പബ്ലിഷ് ചെയ്യണമെന്നുള്ളത്. പിന്നീട് ബെനിഫിഷ്യറീസ് ലിസ്റ്റ്, അത് വിത്ത് പ്രൈവസി സേഫ് ഗാർഡ്, ഒരു ആർക്കാണെന്നുള്ളത് പ്രൈവസി സേഫ് ഗാർഡ് ചെയ്തുകൊണ്ടുള്ള ബെനിഫിഷ്യറീസ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ പ്രോഗ്രസ് റിപ്പോർട്ട്, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ പ്രോഗ്രസ് റിപ്പോർട്ട് എന്താണ് ഈ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം എന്നുള്ളത് പബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ്. ഔട്ട്കം ഇൻഡിക്കേറ്റേഴ്സ്, എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷമുള്ള ഔട്ട്കം ബേസ്ഡ് റിസൾട്ട് അതെന്താണെന്നുള്ളത് പബ്ലിഷ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഒരു പ്രദേശത്തെ ഒരു ഡെവലപ്മെൻറ്റ്സിന് നമ്മൾ റോഡ് വെട്ടാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു ഹാബിറ്റേറ്റിലേക്ക് റോഡ് വെട്ടാൻ കൊടുത്തിട്ട് ഫണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റോഡിൻ്റെ പ്ലാൻ എന്തായിരുന്നോ ആ പ്ലാൻ വെച്ചിട്ട് ആ റോഡ് കറക്റ്റായിട്ട് പണിതിട്ട് എത്ര പേർക്ക് അത് കിട്ടിയത് അതിൻ്റെ പ്രയോജനം കിട്ടുന്നു എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ എല്ലാം മോണിറ്റർ ചെയ്ത് സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിയമം പറയുന്നത്. അതായത് സോഷ്യൽ ഓഡിറ്റ് ഷാൽ ബി കണ്ടക്റ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി ബൈ ദ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസ്. അതായത് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസ് സോഷ്യൽ ഓഡിറ്റിംഗ് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. ബെനിഫിഷ്യറി ആൻഡ് കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേറ്റീവ് ഷാൽ ബി പാർട്ടിസിപ്പേറ്റഡ്. ഫൈൻഡിങ് ഷാൽ ബി റെക്കോർഡഡ് ഇൻ റൈറ്റിംഗ്. ഇത് പ്രോജക്റ്റ് ചെയ്തതിന് ശേഷമുള്ള സംഭവങ്ങളാണ് പറയുന്നത്. ഈ സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നതിന് ശേഷം അത് റെക്കോർഡിംഗ് ഇൻ റൈറ്റിംഗ്, പബ്ലിക്കലി സബ്മിറ്റഡ് ടു ദ സ്റ്റേറ്റ് ST ഡിപ്പാർട്ട്മെൻറ്റ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ നിന്ന്. സോഷ്യൽ ഓഡിറ്റ് ചെയ്തിട്ട് ആ സോഷ്യൽ ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് കറക്റ്റായിട്ട് SC കൗൺസിലിനെ സ്റ്റേറ്റ് കൗൺസിലിനെ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കണം ഓരോ വർഷവും. അല്ലെങ്കിൽ അതിന് പീരിയോഡിക്കൽ ഏത് പീരിയോഡിക്കലാണ് വേണ്ടതെന്നുള്ളത് തീരുമാനിച്ചിട്ട് ശേഷം അതിനുണ്ട്. അത് അടുത്ത ചാപ്റ്റർ എന്നുള്ളത് 6 ആണ്. അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ആൻഡ് പെനാൽറ്റീസ് എന്നാണ്. അതായത് ഉത്തരവാദിത്വം ഓഫീസേഴ്സിലേക്കും ഇത് ഇംപ്ലിമെൻറ്റിൻ്റെ ഇതിലേക്കും കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് പെനാൽറ്റി കൊടുത്തുകൊണ്ടുള്ളൊരു സെക്ഷനാണ്. ദിസ് സെക്ഷൻ എൻഫോഴ്സിബിലിറ്റി ആൻഡ് ഡിറ്ററൻസ് സ്ട്രെങ്ത് എന്നാണ്. ദ സ്റ്റാറ്റ്യൂട്ടറി മാൻഡേറ്റ്സ് ബിക്കം അഡ്വൈസറി. വയലേഷൻ ഗോ അൺപണിഷ്ഡ്, അതാണ് അതിൻ്റെ പർപ്പസ് എന്നുള്ളത്. മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് റിമൈൻ പവർലെസ് ആകരുത് എന്നുള്ളതാണ് എൻ്റെ അത്. അതായത് ഈ ഫണ്ട് പറഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞ് ഡൈവേഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു ഡൈവേർഷനോ അല്ലെങ്കിൽ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോൾ സോഷ്യൽ ഓഡിറ്റിന് ശേഷം പ്ലാൻ പർപ്പസ് സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ ലിസ്റ്റഡ് എൻറ്റൈറ്റിൽ ചെയ്യേണ്ട കുട്ടികൾക്ക് ഇൻഡിവിജ്വലിന് ആ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടില്ല എങ്കിൽ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അതിൻ്റെ എന്തുകൊണ്ടുണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ അതിനെ ഉത്തരവാദി ആരാണോ ആ ഉത്തരവാദിക്കെതിരെ പീനൽ ആക്ഷൻ എടുക്കണമെന്നുള്ള പെനാൽറ്റി ഇമ്പോസ് ചെയ്തുകൊണ്ട് വേണം പോകാനെന്നുള്ളതാണ് ഈ സെക്ഷൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പോർഷൻ തന്നെയാണ് അക്കൗണ്ടബിലിറ്റി ഓഫീഷ്യൽസ് എന്ന് പറഞ്ഞത്. അതായത് എനി പബ്ലിക് സെർവൻറ്റ് ഓർ അതോറിറ്റി എന്നുള്ളത് സെക്ഷൻ പ്രൊവൈഡ്സ് ഡൈവേർട്ട് SSCP ഫണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിലേ ഇൻ റിലീസ് ഓർ ഇംപ്ലിമെൻറ്റേഷൻസ് എന്തെങ്കിലും ഡിലേ വരുത്തുകയോ ഇംപ്ലിമെൻറ്റേഷന് ഡിലേ വരുത്തുകയോ ചെയ്യുന്നത് സാങ്ഷൻ ഇൻഎലിജിബിൾ എക്സ്പെൻഡിച്ചർ ഒരു ഇതിലേക്ക് ഇൻഎലിജിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചർ ചെയ്യുകയോ ഫാൾസിഫൈ ബെനിഫിഷ്യറി ഡാറ്റയിൽ തട്ടിപ്പ് നടത്തുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കോസ്റ്റ് ഓഫ് അണ്ടർ യൂട്ടിലൈസേഷൻ വിത്തൗട്ട് വാലിഡ് റീസൺ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ചെയ്യണം. റിക്കവറി ഓഫ് ഫിനാൻഷ്യൽ ലോസ്, ആരാണോ ലോസ് വരുത്തിയത് അയാളിൽ നിന്ന് ഫിനാൻഷ്യൽ റിക്കവറി ചെയ്യാനുള്ള നിയമ നടപടിയാണ് പീനൽ ആക്ഷൻ അണ്ടർ ദ ആപ്ലിക്കബിൾ ലോസ്. ഇത്രയും കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന പ്ലാനൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ പ്രൊസീഡിങ്സ് ഉണ്ടാവും. 2, അയാൾക്ക് ലോസ് എന്തുമാത്രം ഉണ്ടായാൽ ആ ലോസ് ഫിനാൻഷ്യലി റിക്കവറി ചെയ്യപ്പെടണം. 3, പീനൽ ആക്ഷൻ അണ്ടർ ആപ്ലിക്കബിൾ ലോസ് എന്ന് ഇപ്പം നിലനിൽക്കുന്ന പ്രിവെൻഷൻ ഓഫ് കറപ്ഷനോ ഏത് ആക്റ്റാണോ ആ ആക്ട് അനുസരിച്ചുള്ള പീനൽ ആക്ഷൻ നിലപെടുന്നുണ്ട്. അടുത്തത് ലെജിസ്ലേറ്റീവ് ഓവർസൈറ്റ്. ആനുവൽ ഔട്ട്കം റിപ്പോർട്ട് ഓരോ വർഷവും പബ്ലിഷ് ചെയ്യുന്നത് SSCP ഫണ്ടിന് ഡിസ്ട്രിബ്യൂട്ട് ലെഡ് ബൈ ബിഫോർ ദ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നുണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മുമ്പിൽ ഈ ആനുവൽ ഔട്ട്കം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് ഓരോ ഈ ഡിപ്പാർട്ട്മെൻറ്റും. റിപ്പോർട്ട് ഷാൽ ബി ഇൻക്ലൂഡ് ദ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് പെർഫോമൻസ്, ഡിസ്ട്രിക്ട് വൈസ് ഔട്ട്കംസ്, അൺയൂട്ടിലൈസ്ഡ് ഫണ്ട്സ് ആൻഡ് റീസൺസ്, corrective action taken. Report shall be examined by the Public Accounts Committee or any other committee as the Assembly may decide. ഇപ്പം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം കാര്യങ്ങൾ ഈ സ്റ്റേറ്റ് അതോറിറ്റി അറിയിക്കുന്നതോടൊപ്പം തന്നെ സ്റ്റേറ്റ് അതോറിറ്റി ഇത് PACക്ക് ഇതിനെപ്പറ്റി റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ട് അവർ പരിശോധിച്ചിട്ട് അപ്രോപ്രിയേറ്റ് ആക്ഷൻ
താഴത്തെ ലെവലിലല്ല, മുകളിലത്തെ ലെവലിൽ തന്നെ എടുക്കേണ്ടി വരും. ഏതല്ല കൗൺസിൽ ലെവലിൽ ആക്ഷൻ തെറ്റിപ്പോയി കൗൺസിൽ ലെവലിൽ തന്നെയുള്ള ആക്ഷൻ എടുക്കാനുള്ള അധികാരം ലെജിസ്ലേറ്റീവ് അതോറിറ്റിക്കും കൂടി ഉണ്ടെന്നുള്ളതാണ് ഇത്. അടുത്തത് ഒരു സെക്ഷൻ്റെ റൂൾ മേക്കിംഗ് പവറാണ്. അത് സാധാരണ നമ്മൾ എഴുതാനുള്ള റൂൾ മേക്കിംഗ് പവർ. മറ്റത് ഒരു അവസാനം ഞാൻ എഴുതിയിരിക്കുന്ന ചാപ്റ്റർ ഉണ്ട്, ലാസ്റ്റ് ചാപ്റ്റർ, ഓവർ റൈഡിങ് എഫക്റ്റ് എന്നുള്ളതാണ്. അത് ഇങ്ങനെയാണ്: ആക്ട് ഓവർ റൈഡ് ഇൻകൺസിസ്റ്റൻറ്റ് ലോസ് എന്ന്. ദ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് ഷാൽ ഹാവ് ദി എഫക്ട് നോട്ട്വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് ഇൻകൺസിസ്റ്റൻറ്റ് ഇൻ എനി അതർ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഓർ സ്കീംസ്. അതായത് വേറെ ഏതെങ്കിലും നിയമം ഈ നമ്മൾ എഴുതിയിരിക്കുന്ന നിയമത്തിന് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് വരുവാണെങ്കിൽ ആ നിയമം നിലനിൽക്കില്ല എന്നും നമ്മുടെ നിയമം നിലനിൽക്കുകയുള്ളൂ എന്നുള്ളത് നോട്ട്വിത്ത്സ്റ്റാൻഡിങ് ക്ലോസ് കൂടി വെച്ചുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതാണ് ഞാൻ എഴുതിയിരിക്കുന്ന ഡ്രാഫ്റ്റ്. ഇനി ഡിസ്കഷൻ. ഇത് നമുക്ക് ഒരുപാട് ചർച്ചയൊന്നും പെട്ടെന്ന് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന്, എല്ലാ നേതാക്കളും ഇരുന്ന്, എല്ലാ എക്സ്പേർട്സും ഇരുന്നുണ്ട്. ഇതിലെന്തെല്ലാം വേണ്ടിയുണ്ട് സാറും ഡിസ്കഷൻ ചെയ്തിട്ട്, സാറും ഈസ് ഓൾസോ ഇൻവൈറ്റ് മീ ടു ഡിസ്കസ് ദ തിങ് വിത്ത് ഹിം ആൻഡ് ഈസ് ഓൾസോ ഹെൽപ്പ് മീ ടു ഹെൽപ്പ് us to, not me, help us to. It's a act. When we got the act, this is the draft. Then basic in the total act, I think 4 or 5 issues very important. These are all administrative things, the transparency and all those things. Basic thing is what amount should be earmark. That is first important. In Kerala context, Geethanandan and other friends are also saying the plan is a less than non-plan. In non-plan also they have a development activity schemes. That's why in the act we have to put in the context earmark should from non-plan, earmark should from plan and schemes development expenditure from non-plan also. That should be there. That is the first important thing to note. Second thing is how it implement. Thing is, now all states, what are they doing? This budget distributed to the departments, agriculture, industries, irrigation, education, health, like that. That's why in the act we should say all the amount of the earmark should be kept in one place with the tribal development and SC development. The SC development, tribal development will allocate the funds. Other departments what they need, like agriculture department is there. Agriculture department, they want to implement for Dalit and tribal farmers, this much money we needed. These department should give to them. Then first we have to ask them to proposal, then scrutiny, then give to them. The thing is, all those practical and administrative things, thing is, this amount should be kept to one place first. Otherwise, what will happen? Every department, they don't have any work, they will not use. If they will not use, this money should be wherever needed. More needs in house. We can that year we can expenditure on housing. 1 year we have to more on education. That amount should be more expense on the education. Like that, this is the kept one place, and this should be channeled with the nodal agency, the tribal welfare and SC development. Third thing is, this amount should not be lapsed. What is the budget thing? If this year, for example, Kerala budget 1,80,000 crores. This year only expense 1 lakh crores, 80,000 remain. In context of that, SC development also
they allocated, for example, 20,000 crores. They only expense 10,000 crores. 10,000 remain unspent. This should not be lapsed. So the 10,000 crores should be forward, carry forward next year. This should not be lapsed. This is the third important thing should be in the act. Fourth thing is, this cannot be have a main finance secretary. For release this thing, government should allocate one finance secretary only for this. What is the problem in the finance department? You are all know, I don't know. I am in the government sometime. They knows. The secretaries they didn't release. They have some work. They should there something like that. They will delay. If they delay to release the funds, expenditure also delay. Then it will be not the useful. That's why we are demanding. We should demand. It should be one special secretary. Third, sixth thing is, in governments, not now, if act comes discussion, this much of money if give to the SCs and STs, how can run the government? This discussion will come. If we will give to the SC STs, OBC also will demand, others also will demand, how can we discuss? This is not the mandate for the others. This is the mandate for SC STs in the constitution. Another thing is, in the development process from the centuries, we are depriving other communities. They got their share. The artisan communities and agriculture communities, they got their share. But centuries, the Dalits SC communities, they did work without any payment, free labor. Another thing is, we did so much for the society with the agriculture, with the leather department, development, all those things. In mines, in railways, who work? Only Dalits work. If you take the railways, for railway line, they previously in the 2 centuries back, there is a forest totally. Who worked there? Only Dalits worked there. In mines, so many fatals, so many accidents, thousands of people died in the coal mines and gold mines. My family, total family in the coal fields, alone remain. Myself, I am outside. I know how many people died in the coal mines. They are all SCs. That's why we did so much for the nation, so much for the country. That's why this is not for reservation. We should demand reparation. We are logging. We have to raise our voice for the reparation. Reparation means not percentage, not population. Reparation means what we lose, you give to us. What we lose land, we lose education, we lose security, we lose all those things. Whenever we comes parallel with you, up to that we should demand a reparation. This budget also in the part of the reparation. This is the sixth thing. Another thing is, this should be transparency. Next issue is, this monitoring should be by civil society, not by government. One constitution, a committee, the monitoring with civil society members. They should have a power to monitor and meeting with the officials, ask them and give them the suggestions. These all those things. This is important. Others are very. Another important thing we didn't get. Telangana also we lose something. Even roads, main roads, highways, irrigation projects, all general infrastructure projects, they are saying, how can we earmark? How can we separate? That's why they said some part of
fund will give to this our fund. That is also we should negotiate. That's why we should demand plan and development welfare activities fund from non-plan, all whatever in the government schemes, whatever in the development schemes, from all the schemes we should get our proportionate the population, not only plan. Thank you very much. സാർ പറഞ്ഞതിന് ഞാനൊന്ന് മലയാളം എടുത്തിരിക്കുകയാണ്. ആ സെൻറ്റൻസ് വൈസ് അല്ല, പിന്നെ അവിടെ പറയാം. സാർ ഫസ്റ്റിലെ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ നോൺ പ്ലാൻ, നമ്മളാദ്യം പറഞ്ഞ പോലെ ഔട്ട്ലേ എന്ന് പറഞ്ഞതിന് ഔട്ട്ലേയുടെ ഫണ്ടിൽ നിന്ന് ഫണ്ട് പ്ലാൻ ഫണ്ടിൽ നിന്ന് മാത്രമല്ല എടുക്കേണ്ടതെന്നും നോൺ പ്ലാൻ ഫണ്ടിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആക്ടിവിറ്റീസും സ്കീമും ഉണ്ടോ ആ പ്ലാനിനെ എല്ലാം കൂടി ഒരു ഇതിലേക്ക് കൊണ്ടുവന്ന് SC/ST ഡെവലപ്മെൻറ്റ്സിൻ്റെ ആക്ടിൻ്റെ കീഴിൽ മാത്രം കൊണ്ടുവരിക. ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 44 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ആ ഡിപ്പാർട്ട്മെൻറ്റിലല്ല ഒതുങ്ങിയിരിക്കേണ്ടത്. അത് SC/ST ഡെവലപ്മെൻറ്റ് ആക്ടിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് SC/ST ഡിപ്പാർട്ട്മെൻറ്റ് ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ കീഴിൽ കൊണ്ടുവരണം എന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്. മക്കളുടെ കീഴിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് സാർ പറഞ്ഞത്. അപ്പോൾ അത് വളരെ ഭയങ്കര വാലിഡ് സജഷനാണ്. സാറവിടെ നിയമം ഉണ്ടാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് ആ എക്സ്പീരിയൻസ് വന്നത്. നമ്മളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഈ എക്സ്പീരിയൻസിലേക്ക് വരുമല്ലോ ഗീതാനന്ദ മാഷേ, നമ്മളതല്ലേ സാറ് പറഞ്ഞത് എങ്ങനെയാണ്. അപ്പോൾ അതാണ് സാറ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മെയിനായിട്ടുള്ളൊരു കാര്യം സാറ് പറഞ്ഞത് അതാണ്. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതാണ് ആ കാര്യത്തിൽ. മറ്റൊരു കാര്യം സാറ് പറഞ്ഞത്, ഇത് ഡെവലപ്മെൻറ്റ്സ് അല്ല നമ്മൾ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫണ്ട് എന്നുള്ളതെന്നുണ്ടെങ്കിൽ ലാപ്സ് ആകാൻ പറ്റത്തില്ല എന്നുള്ളത്. നമ്മൾ ഫണ്ട് ലാപ്സ് ആകുന്നുണ്ട്, കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ അവസാനം ബഡ്ജറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ ഫണ്ട് ആ ഇതിൽ തന്നെ കെപ്റ്റ് ചെയ്തുകൊണ്ട് ലാസ്റ്റിൻ്റെ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണം എന്നുള്ളത്. നമുക്ക് ഇതുവരെ അത് ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ. ഇതുവരെയും ഒരു ബഡ്ജറ്റിലും ചെയ്യാത്തൊരു കാര്യമാണ്. ലാപ്സ് ആയി കഴിഞ്ഞാൽ ലാപ്സ് ആയിപ്പോയി. ഇപ്പം സാറേന് എക്സാമ്പിൾ പറഞ്ഞ ഒരു 20,000 കോടി SC ഡിപ്പാർട്ട്മെൻറ്റിന് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഡെവലപ്മെൻറ്റ് ഫൈലിൽ 10,000 കോടിയാണ് ചെയ്തിട്ടുള്ളത്, ബാക്കി 10,000 കോടി അവിടെ ഉണ്ട്. അത് ലാപ്സായി പോകുമല്ലേ എന്ന്. ദാറ്റ് എമൗണ്ട് ഷുഡ് ബി ക്യാരി ഫോർവേഡ് ഫോർ ദ നെക്സ്റ്റ് ഇയർ എന്നുള്ളതാണ് സാർ പറഞ്ഞത്. വളരെ വാല്യുബിൾ സജഷനാണ് പറഞ്ഞത്. അപ്പം പിന്നീട് സാറ് പറഞ്ഞൊരു സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇങ്ങനെ SC/STക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഫണ്ട് SC/STയിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ 44 ഡിപ്പാർട്ട്മെൻറ്റിൽ SC/STയുടെ ഫണ്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇതൊരു ഹ്യൂജ് ഫണ്ടായി മാറും. അപ്പോൾ ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് ഗവൺമെൻറ് അങ്ങനെ ഒരു ചിന്താഗതി വരുന്നു, ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഒരു ചിന്താഗതി വരുന്നത്. അതിനാണ് സാറ് പറഞ്ഞത് ഇതൊരു എന്താ പറയുന്നത്, ഇതൊരു നഷ്ടപരിഹാരം ആണെന്നുള്ള, അല്ലാതെ റിസർവേഷൻ അല്ല, ഇറ്റ് ഷുഡ് ബി എ കോമ്പൻസേഷൻ ആണെന്ന്. നഷ്ടപരിഹാരമാണ്. ആ നഷ്ടപരിഹാരം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുവരെ ഉണ്ടായിരുന്ന സാമൂഹ്യ അസമത്വങ്ങളിൽ നിന്നും നമുക്ക് എന്തൊക്കെ ലോസായോ ആ ലോസിൽ നിന്നുള്ള, നമുക്ക് ഇതുവരെ നൂറ്റാണ്ടുകളായി ഉണ്ടായിരിക്കുന്ന ലോസിൽ നിന്നുള്ള നഷ്ടപരിഹാരമാണ്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നഷ്ടപരിഹാരമായിട്ട് കണ്ടെച്ചാൽ മതി. പിന്നെ സാർ അതിന് മറുപടി പറയുന്നത് വേറൊരു അർത്ഥത്തിലും കൂടി മറുപടി പറയുന്നുണ്ട്. സാർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇതിനെ നമ്മുടെ സമൂഹം എന്തുമാത്രം നമ്മുടെ സമൂഹം ഗവൺമെൻറ്റിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. എക്സാമ്പിൾ സാർ പറഞ്ഞ അഗ്രികൾച്ചറിൻ്റെ എംപ്ലോയ്മെൻറ്റിലെ എത്രയോ ശതമാനം ആൾക്കാർ, 70-80% ആൾക്കാർ നമ്മുടെ ആൾക്കാരാണ്. അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ലെതർ ഫാക്ടറീസിൽ അത് അങ്ങനെ ഉള്ള കാര്യങ്ങൾ, അതുപോലെ വേറെ ഏതെല്ലാം തൊഴിൽ മേഖലകളിൽ നമ്മൾ അധ്വാനിച്ച് നമ്മൾക്ക് പ്രോപ്പറായിട്ട് റെമ്യൂണറേഷനും കിട്ടാതെ ഗവൺമെൻറ് നമ്മളെ കൊണ്ട് എന്തുമാത്രം കാശുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ വിഹിതമായിട്ട് ഇതിങ്ങനെ തന്നാൽ മതി എന്നുള്ളതാണ് സാറ് പറഞ്ഞത്. അതാണ് ഇപ്പോൾ ഈ നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് നോൺ പ്ലാൻ ഫണ്ടും പ്ലാൻ ഫണ്ടും ഇതൊരു മോഡൽ വൈസാണ്. ഇനി ഈ മോഡലിനെ നമ്മൾ കൂടുതൽ മോഡിഫൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. എന്താണോ നമുക്ക് ആവശ്യം എന്നുള്ളത് അത് അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള, ഇപ്പോൾ സാറിൻ്റെ രണ്ടുപേരായിട്ട് ഡിസ്കഷൻ ചെയ്ത് ഇനിയും നമ്മൾ എക്സ്പേർട്സുമായിട്ടൊക്കെ സംസാരിച്ച് ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പ്ലാനിനെ പറ്റിയുള്ള എക്സ്പേർട്സുമായിട്ട് കഴിഞ്ഞിട്ട് ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിനെ ഏതെല്ലാം പ്ലാൻ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരണം എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിൽ അമെൻമെൻറ്റുകളും ഡിലീഷൻസും ഒക്കെ വന്ന് മോഡിഫൈ ചെയ്ത് മുന്നോട്ട് പോകാം. താങ്ക് യു.